ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ട്രിപ്പ് വീഡിയോ ആണ്. ഇപ്പോൾ ഞങ്ങൾ ഒമാനിൽ ബർക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ചേട്ടൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരാഴ്ച ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ചേട്ടൻ ഓഫാണ്, അപ്പോൾ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബർക്കയിലെ അൽ സവാദി ബീച്ചിലേക്കാണ്. മസ്കറ്റിൽ നിന്ന് 1 hour ഡ്രൈവാണ് ഇവിടേക്കുള്ളത്. വളരെ ഫേമസ് ആയ ഒരു ബീച്ചാണ് അൽ സവാദി ബീച്ച്. അതുപോലെ തന്നെ ഷെൽ ബീച്ച് എന്നും ഇതിന് പേരുണ്ട്. കാരണം ഇവിടെ ഒരുപാട് സീഷെൽസ് കാണാൻ പറ്റും, അതായത് ചിപ്പി, കക്ക എന്നൊക്കെ പറയും. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബീച്ചാണ് അൽ സവാദി ബീച്ച്. ഇവിടെ നമുക്ക് ഐലൻഡുകൾ കാണാം. അവിടേക്കെല്ലാം ബോട്ടിംഗ് സർവീസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ബീച്ചിലെത്തി. ഞങ്ങളൊരു ഈവനിങ് ടൈമിലായിരുന്നു പോയത്. അപ്പോൾ ഇവിടെ നല്ല വൈഡ് ഏരിയയാണ്, പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട്. സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പാർക്കും അവൈലബിൾ ആണ്. പിന്നെ ബീച്ചിലേക്ക് നോക്കുമ്പോൾ ഒരു ഐലൻഡിൽ ഒരു ഫോർട്ട് കാണാം. അതാണ് ഇവിടുത്തെ മെയിൻ ഐലൻഡ്. അപ്പോൾ ടൈഡ് കുറവുള്ള സമയത്ത്, അതായത് വേലിയിറക്കം എന്നാണ് പറയുക, വേലിയിറക്ക സമയത്താണെങ്കിൽ കടൽ നമുക്ക് വഴിമാറി തരികയും കടലിൻ്റെ നടുക്ക് കൂടെ നമുക്ക് ആ ഫോർട്ടിലേക്ക്, അതായത് ആ ഐലൻഡിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ടൈഡുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ നടന്നു പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ബോട്ടിംഗ് സർവീസ് അവൈലബിൾ ആണ്. ബോട്ടിൽ നമുക്ക് ആ ഐലൻഡിലേക്ക് പോകാനായിട്ട് സാധിക്കും. കടൽ തീരം ഒരുപാട് വൈഡായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ മെയിനായ ഒന്നാണ് ഹോഴ്സ് റൈഡിങ്. പിന്നെ ഇവിടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണ് പാരാഗ്ലൈഡിങ്. ഞങ്ങൾ പോയപ്പോഴും കുറേ പേര് പാരാഗ്ലൈഡിങ് ചെയ്യുന്നത് കണ്ടു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ യാത്ര ചെയ്തു. ബോട്ടിൽ ആദ്യമായിട്ട് കടലിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഒമാനിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അൽ സവാദി ബീച്ച് ഇൻ ബർക്ക.
ബീച്ചിലത്തെ എൻജോയ്മെൻറ്റ് കഴിഞ്ഞ് ഒരുപാട് സമയം കുട്ടികൾ പാർക്കിൽ കളിച്ചു. അപ്പോഴേക്കും നൈറ്റായി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.